റസൂലുള്ളാഹിൻ്റെ 2 പെൺമക്കളുടെ വിവാഹമോചനം നടന്ന ദിവസം. റസൂലുള്ളാഹി തങ്ങൾ വല്ലാണ്ട് വിഷമിച്ചൊരു ദിവസമായിരുന്നു അന്ന്. അബൂലഹബിൻ്റെ മക്കളായ ഉത്തൈബയായിരുന്നു റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ കല്യാണം കഴിച്ചത്. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെയും റുഖിയ ബീവിയെയും. അങ്ങനെ റസൂലുള്ളാഹിക്ക് അള്ളാഹിൻ്റെ ഓർഡർ വരികയാണ് ഇസ്ലാമിക പരസ്യ പ്രഖ്യാപനത്തിന് വേണ്ടി. മുത്തുനബി ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ കയറിയിട്ട് മക്കക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇസ്ലാമിക പരസ്യ പ്രബോധനം നടത്തുകയാണ്. ഇത് കേട്ട അബൂലഹബ് റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ സംസാരിച്ച് ഇത് റസൂലുള്ളാഹിക്ക് വല്ലാതെ വിഷമായി. അപ്പോൾ അല്ലാഹു തആല ഖുർആനിക ആയത്തിറക്കാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിൻ്റെ ഇരുകരങ്ങളും നശിച്ചു പോട്ടെ എന്ന്. ഇത് കഴിഞ്ഞപ്പോൾ അബൂലഹബിനും ഭാര്യ ജമീലക്കും റസൂലുള്ളാഹിനോട് വല്ലാത്ത കടുത്ത ദേഷ്യം വരികയാണ്. അബൂലഹബും ഭാര്യ ജമീലയും ചേർന്നിട്ട് റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ വിവാഹമോചനം നടത്താൻ വേണ്ടി ഉത്തൈബയോടും നിർബന്ധിക്കുകയാണ്. അവർ നിർബന്ധിത അവസ്ഥയിൽ റസൂലുള്ളാഹിൻ്റെ പൊന്നുമക്കളെ വിവാഹമോചനം നടത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ വല്ലാണ്ട് വേദനിച്ച് നിൽക്കുമ്പോഴാണ് ആശ്വാസത്തിൻ്റെ കരങ്ങളായിട്ട് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരുന്നത്. എന്നിട്ട് റുഖിയ ബീവിയെ കല്യാണം കഴിക്കുകയാണ്. അത് റസൂലുള്ളാഹിക്ക് വല്ലാണ്ട് സന്തോഷം കിട്ടിയൊരു സമയമായിരുന്നു. അവർ മക്കയിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്ന സമയത്താണ് റുഖിയ ബീവി രോഗം കാരണം ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെയും കല്യാണം കഴിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ 2 പെൺമക്കളെയും കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.